അപ്പോൾ എന്തായാലും കൊടുത്തവരെയും മേടിച്ചവരെയും തിന്നവരെയും ഒക്കെ പുറങ്കാലെടുത്ത് തൊഴിച്ചു കളഞ്ഞ ഈ പറയുന്ന രേണു സുധിയുടെ യഥാർത്ഥ സ്വഭാവമാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ എന്തായാലും ആവശ്യമില്ലാതെ തന്നെ ചൊറിഞ്ഞ് കിട്ടേണ്ടത് കിട്ടിയപ്പോൾ ഇപ്പോൾ രേണുവിന് ഏതാണ്ട് സമാധാനമായിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് രേണു മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, രേണു സോഷ്യൽ മീഡിയയിൽ ഓരോന്ന് കൊണ്ടുവന്ന് ഇട്ടിട്ട് അത് മറ്റുള്ളവരെടുത്ത് റിയാക്ട് ചെയ്യേണ്ടത് രേണുവിന്റെ തന്നെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഓരോരോ സംഭവങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ടതിന് ശേഷം രേണു തന്നെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ ഈ ഒരു സംഭവം നടന്നതുകൊണ്ട് ഇന്ന പോലെ കമന്റ് വരും, അങ്ങനെ പറഞ്ഞാണ് അവർ ഓരോന്നും കൊണ്ടിടുന്നത്. വൈറൽ ആവാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവർ ഓരോന്ന് ചെയ്യുന്നത്. അവിടെയെല്ലാം പോകുന്നു, അവിടെയെല്ലാം ചാനലുകാരെയൊക്കെ കൊണ്ടു നടക്കുന്നത് ഈ ഒരു സ്ത്രീ അല്ലാതെ മറ്റാരും ഈ ഭൂലോകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ആരെയും കണ്ടിട്ടില്ല. നമുക്കറിയാം മഞ്ജു വാര്യർ, നവ്യ നായർ എന്ന് വേണ്ട മലയാള സിനിമാ ചരിത്രത്തിൽ എത്രയോ സ്ത്രീകളുണ്ട്, എത്ര സ്ത്രീകളുണ്ട്. മലയാളത്തിൽ മാത്രമല്ല എല്ലാ ഭാഷയിലുമുണ്ട്. എന്നാൽ പോലും സീരിയൽ നടികൾ നമുക്കറിയാവുന്നതാണ്. എത്ര സീരിയൽ ആർട്ടിസ്റ്റുകളുണ്ട്. അവരാരും എങ്ങും പോകുന്നിടത്തൊന്നും ഇതുപോലെ ക്യാമറകളും വാരിക്കോരി കൊണ്ട് പോകുന്നില്ല. ഈ ഒരു സ്ത്രീ എന്തെടുത്തു കഴിഞ്ഞാലും അതെന്താ രേണു, അതിന് എത്ര രൂപയാ രേണു, ഇതിന് എത്ര രൂപയാ രേണു എന്നും പറഞ്ഞിട്ടൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ എണ്ണം